പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ എയർപോർട്ടിലെ ടെക്നിക്കൽ ഏരിയയ്ക്ക് മുൻപിൽ നിന്ന് ചന്തു ചന്ദ്രശേഖരും ചേരുകയാണ്. ചന്തു, ഗുഡ് മോർണിംഗ്. ഇവിടെ അല്പസമയം മുമ്പ് ശാലിനിയും ജിജീഷ് കരുണാകരനും പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം ആവേശത്തിലാണ് അനന്തപുരി. അക്ഷരാർത്ഥത്തിൽ അനന്തപുരി ഒരു ജനസാഗരമാകാൻ ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത്. അതായത് പതിനായിരങ്ങളാണ്, ലക്ഷങ്ങളാണ് അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തുക, ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. അപ്പം അതിന് മുൻപ് VSCയിലെ ഔദ്യോഗിക പരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രി എത്ര മണിക്കായിരിക്കും എയർപോർട്ടിലേക്ക്, വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുക? അവിടുത്തെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി. KP, കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ രാജ്കോട്ടിൽ 48,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രഖ്യാപനം നടത്തിയതിന് ശേഷമാണ്, വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്ത് എത്തിച്ചേരുന്നത്. രാവിലെ 10:30 അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിൽ അദ്ദേഹം എത്തിച്ചേരും. ഇവിടെ നിന്ന് റോഡ് മാർഗം വിക്രം സാരാഭായി സ്പേസ് സെന്ററിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എയർപോർട്ട് പരിസരം മുഴുവനായും ഇപ്പോൾ അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും IRB ബറ്റാലിയന്റെയും CRPFന്റെയും അടക്കം സുരക്ഷ ഇവിടെയുണ്ട്. സുരക്ഷയ്ക്കെത്തുന്ന പോലീസുകാരും ഈ ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രത്യേക പാസ് മുഖാന്തരമാണ് പ്രവേശനം നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ ടെക്നിക്കൽ ഏരിയയുടെ പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്നും റോഡ് മാർഗം 10:45 അദ്ദേഹം VSSCയിൽ എത്തിച്ചേരും. അവിടെ 1 മണിക്കൂറോളം പരിപാടി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും 1300 കോടിയുടെ വികസന പദ്ധതികൾക്ക്, ബഹിരാകാശ മേഖലയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾക്ക് അദ്ദേഹം അവിടെ പ്രഖ്യാപനം നടത്തും. കൂടാതെ ഭാരതത്തിന്റെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയിൽ ആരൊക്കെ ഉൾപ്പെടണമെന്നത് സംബന്ധിച്ച് 4 പേരെ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിരുന്നു. അവരുടെ പേര് വിവരങ്ങളുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യോമസേനയിലെ അതിപ്രഗത്ഭരായ 4 പേരെയാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ പേര് ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. അതിനുശേഷം 12 മണിയോടുകൂടിയായിരിക്കും സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പദയാത്ര സമാപന സമ്മേളന വേദിയിൽ അദ്ദേഹം എത്തുക. 1 മണിക്കൂറോളം അവിടെ പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം 1 മണിയോടുകൂടി തിരിച്ച് ടെക്നിക്കൽ ഏരിയയിൽ എത്തിച്ചേരുകയും 1:20 ഇവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുകയും ചെയ്യും. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് 2 ദിവസത്തെ സന്ദർശനമാണുള്ളത്. വൈകിട്ട് MSME മേഖലയുമായി ബന്ധപ്പെട്ട് യുവാക്കളുമായി അദ്ദേഹം ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് മധുരയിൽ. അതിനുശേഷം തമിഴ്നാട് അധ്യക്ഷൻ, BJP സംസ്ഥാന അധ്യക്ഷന്റെ അണ്ണാമലയുടെ ഒരു യാത്ര 238 അസംബ്ലി മണ്ഡലങ്ങളും പര്യടനം പൂർത്തിയാക്കി ഇന്ന് സമാപിക്കുന്നുണ്ട്. എൻ്റെ മണ്ണ് എൻ്റെ ജനങ്ങൾ എന്ന ആ യാത്രയുടെ സമാപന സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് വീണ്ടും ഈ ടെക്നിക്കൽ ഏരിയയിൽ തന്നെ നാളെ എത്തിച്ചേരും. ഇവിടെ നിന്നുമായിരിക്കും അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പോകുക. തമിഴ്നാട്ടിൽ 17,500 കോടിയുടെ വികസന പദ്ധതികളുടെ പ്രഖ്യാപനമാണ് കാത്തിരിക്കുന്നത്. അതിനുശേഷം മഹാരാഷ്ട്രയിൽ എത്തുമ്പോൾ അവിടെ 30,000 കോടിയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും 10:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമസേനയുടെ പ്രത്യേക ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി എത്തും. അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. KP, ചന്തു പറഞ്ഞതുപോലെ തന്നെ ഈ 11:30 സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനം നടക്കുക, പദയാത്രയുടെ ഔദ്യോഗികമായ സമാപന സമ്മേളനം നടക്കുക. അവിടെ നിർണായകമായ ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുണ്ടാകും. രാഷ്ട്രീയ കേരളം, ഭാരതം മുഴുവൻ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കായി കാതോർത്തിരിക്കുകയുമാണ്. ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളോടൊപ്പം തന്നെ ചന്തു പറഞ്ഞതുപോലെ തന്നെ ബഹിരാകാശ ദൗത്യവുമായി ബന്ധപ്പെട്ട്, ബഹിരാകാശ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രഖ്യാപനങ്ങൾ, നിർണായകമായ ഉദ്ഘാടന കർമ്മങ്ങൾ, നിർണായകമായ ഇടപെടലുകളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തിനും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടും നമ്മുടെ അഭിമാന ദൗത്യം എന്ന നിലയിലും ഒരു നിർണായക ദിനം കൂടിയാണ് ഇന്നല്ലേ? തീർച്ചയായിട്ടും രാജ്യത്തിന്റെ വികസന പദ്ധതികൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടാകുക. അത് ബഹിരാകാശ മേഖലയ്ക്ക് തന്നെ പുത്തൻ ഉണർവേകുന്ന പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ ഉണ്ടാകും. അത് 1,700 കോടി രൂപയുടെ പദ്ധതികൾക്കാണ്, വിവിധ പദ്ധതികൾ VSSCയുമായി ബന്ധപ്പെട്ടും ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഇന്ന് പ്രഖ്യാപനം കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 48,000 കോടിയുടെ വികസന പദ്ധതികളുടെ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. അതിനുശേഷം ഇനി തമിഴ്നാട്ടിൽ 2 ദിവസത്തെ സന്ദർശനത്തിൽ 17
17,500 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കാനിരിക്കുന്നു. തിരിച്ചു മഹാരാഷ്ട്രയിലേക്ക് എത്തുമ്പോൾ 30,000 കോടിയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കമിടും. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ വികസന പദ്ധതികൾക്ക് വലിയ രീതിയിൽ മുന്നോട്ട് കുതിച്ചു പോകുന്നതിനുള്ള അവസരം പ്രധാനമന്ത്രി ഒരുക്കി നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ വികസന പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് രാജ്യത്തിന്റെ പ്രധാന സേവകരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തമിഴ്നാട്ടിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നു, യുവാക്കളുമായാണ് ആ സെമിനാറിൽ പങ്കെടുക്കുന്നത്. ഓട്ടോമോട്ടീവ് മേഖലയുടെ പുതിയ സാധ്യതകൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. പുതിയ പ്രഖ്യാപനങ്ങൾ ആ സെമിനാറിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KP സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കാര്യം, വികസനം, രാജ്യത്തിന്റെ വികസനം എന്നതിനപ്പുറം ഇന്നത്തെ ഈ സന്ദർശനത്തിന് രാഷ്ട്രീയ മാനങ്ങളും ഏറെയാണ്. നിരവധി ഈ വികസന പദ്ധതികളിൽ ആകൃഷ്ടരായ ജനങ്ങൾ, പല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രവർത്തകരെല്ലാം തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികളിലും അദ്ദേഹത്തിലും ആകൃഷ്ടരായി BJP-യിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഒരു സ്വാഗതം അല്ലെങ്കിൽ ഒരു പുതിയ ചുവടുവയ്പ് കൂടി ഇന്നത്തെ ഈ ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നതും വളരെ പ്രത്യേകതയാണ്. പുതിയ രാഷ്ട്രീയ മാനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൈവരും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തോടൊപ്പം തലസ്ഥാനത്ത് അദ്ദേഹം ആദ്യമായാണ് എത്തുന്നതെങ്കിലും നേരത്തെ 2 തവണ കേരളത്തിൽ ഈ വർഷം എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ രാഷ്ട്രീയ പ്രാധാന്യം അതിനും കൈവന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം, ഒരു മാറ്റം ആഗ്രഹിക്കുന്ന കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പ്രതീക്ഷ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 10:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. പിന്നീട് VSCയിലേക്ക് പോകും. അവിടെ ഔദ്യോഗികമായ പരിപാടികളാണ്, നിർണായകമായ ചില പ്രഖ്യാപനങ്ങളാണ്, വികസന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മങ്ങളാണ് നടക്കുക. അതിനുശേഷമാണ് 11:30 സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ BJP-യുടെ ഇന്ത്യയുടെ കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുക. എയർപോർട്ടിലെ ടെക്നിക്കൽ ഏരിയയ്ക്ക് മുൻപിൽ നിന്നും ചന്ദ്രശേഖരാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്